അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലദീന ഇദാ അസ്വാബത്ഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു മുസീബത്ത് ബാധിച്ചാൽ ഇന്നാ ലില്ലാഹ്, ഞങ്ങളെല്ലാം അള്ളാഹുവിനുള്ളതാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. അവർ നേരത്തെ പോയി, ഞങ്ങളും മടങ്ങും. അത്രയാണ് ഒരു വിശ്വാസിയുടെ ചിന്തയിലേക്ക് വരേണ്ടത്. അങ്ങനെ വന്നാൽ ഉലൈക അലൈഹിം, അത്തരം ആളുകളുടെ മേൽ സ്വലവാത്തും മിർ റബ്ബിഹിം, അള്ളാഹുവിങ്കിൽ നിന്നുള്ള സ്വലാത്ത് ഉണ്ടാകുന്നതാണ്. ഇവിടെ സ്വലവാത്ത് എന്നാണ് പറഞ്ഞത്, സ്വലാത്തിന്റെ ജംആണ് സ്വലവാത്ത്. അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്ത് എന്താണ്? ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, സനാഉഹു ഫിൽ മലഇൽ അഅല. താബീങ്ങളിൽപ്പെട്ട കിബാറുകളിൽപ്പെട്ട അബുൽ ആലിയ എന്ന മഹാൻ റളിയല്ലാഹു തആല അൻ, അദ്ദേഹം പറഞ്ഞതായി ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സനാഉഹു ഫിൽ മലഇൽ അഅല, മലക്കുകളുടെ ഉന്നത സഭയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയെ പ്രശംസിച്ചു പറയും എന്നാണ്. ആ വ്യക്തിയെ പ്രശംസിച്ചു പറയും. അപ്പോൾ നമുക്കൊരു മുസീബത്ത് ബാധിച്ച് നമ്മൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉണ്ടാവുന്നത് മലക്കുകളുടെ ഉന്നത സഭയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയെ പ്രശംസിച്ചു പറയും. അതിനേക്കാൾ വലിയ ഖൈർ എന്താണ് പ്രിയപ്പെട്ടവരെ വേറെയുള്ളത്? അതുകൊണ്ട് തന്നെ ഇവിടെ സ്വലാത്ത് എന്ന് പറയാതെ സ്വലവാത്തുൻ എന്ന് പറഞ്ഞാൽ ധാരാളമായി അള്ളാഹു പ്രശംസിച്ചു പറയുമെന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ധാരാളമായി അള്ളാഹുവിൻ്റെ പ്രശംസ ലഭിക്കും. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ചവർക്കല്ലാതെ അള്ളാഹുവിൻ്റെ പ്രശംസ ലഭിക്കുകയില്ലല്ലോ. അപ്പോൾ നമുക്ക് ലഭിച്ച മുസീബത്തിനെ അങ്ങ് ആകാശലോകത്ത് മലഉൽ അഅലയിൽ നമ്മളെക്കുറിച്ച് അള്ളാഹു പുകഴ്ത്തി പറയുന്ന, വാഴ്ത്തി പറയുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് സാധിക്കും ഇൻഷാ അല്ലാഹ്. വിശ്വാസികൾക്കേ അത് സാധിക്കുകയുള്ളൂ. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് നാം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുമ്പോൾ ആകാശലോകത്ത് മലക്കുകൾക്കിടയിൽ നാം വാഴ്ത്തപ്പെടും. അതും അള്ളാഹു നമ്മളെ പുകഴ്ത്തും. അൽഹംദുലില്ലാഹ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്ന്. രണ്ടാമത്തത് സ്വലവാത്തും മിർ റബ്ബിഹിം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് വറഹ്മ, അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുമെന്നാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്ത്. അതുകൊണ്ടാണ് സ്വലാത്തും റഹ്മത്തും വേറെയാണെന്ന് ഉലമാക്കൾ പറഞ്ഞത്. മലഉൽ അലയിൽ അള്ളാഹു നമ്മളെ പ്രശംസിച്ച് പറയുന്നതിന് പുറമെ ആ വ്യക്തിക്ക് അള്ളാഹു ധാരാളം കാരുണ്യം നൽകും. അപ്പോൾ ഏതൊരു മുസീബത്തിന് ശേഷവും നമ്മളുടെ അഖീദ, ഞാൻ നേരത്തെ പറഞ്ഞ ആ അഖീദയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്ന ഒരു വാക്കിൻ്റെ അതിൻ്റെ ഒരു പ്രതിഫലവും അതിൻ്റെ ഒരു നേട്ടവും പ്രിയപ്പെട്ട സഹോദരങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ആസാറുകൾ ഉണ്ടാവുമെന്നാണ്. അൽഹംദുലില്ലാഹ്, അത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ മുസീബത്തുകൾ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ ചെയ്യുന്നത് പോലെ, മതബോധമില്ലാത്ത ആളുകൾ ചെയ്യുന്നത് പോലെ സങ്കടപ്പെട്ട് വിഷമിച്ച് ഹൃദയം തകർന്ന് പല ആളുകളും ആത്മഹത്യ ചെയ്യുന്നു. പല ആളുകളും ഹൃദയം തകർന്നു പോകുന്നു. ചിലർ മാനസിക രോഗികളായി മാറുന്നു. ജീവിതത്തിൽ മുഴുവൻ വിഷാദ രോഗവുമായി കഴിയുന്നു. ദുനിയാവിൻ്റെ എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നു. നോർമലായ അവസ്ഥയിൽ നിന്ന് തെറ്റിപ്പോവുക നമ്മുടെ വിശ്വാസത്തിൻ്റെ ഈമാനിൻ്റെ കുറവാണത്. മറിച്ച് റഹ്മത്തായി മാറും ആ മുസീബത്ത്. അള്ളാഹുവിൽ നിന്ന് റഹ്മത്ത് ലഭിക്കും നമ്മൾ അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും. അതുകൊണ്ട് എല്ലാവരും, നമ്മുടെ കുടുംബത്തിൽ പലരും മരണപ്പെട്ടിട്ടുണ്ടാകാം. സഹോദരൻ, പിതാവ്, കുഞ്ഞുമക്കൾ, ഭാര്യ, ഭർത്താവ്, എല്ലാവരും ആ ഗണത്തിൽപ്പെട്ട എല്ലാവരും മരണപ്പെട്ടവരിലുണ്ട്. പക്ഷേ എല്ലാവരും പ്രാർത്ഥിക്കുക. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ, ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ്, എല്ലാവരും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ വാക്കുകളൊക്കെ മനസ്സറിഞ്ഞ് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു റഹ്മത്ത് തരും. യാതൊരു സംശയവും വേണ്ടതില്ല. ഇതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാകുന്നു സന്മാർഗികൾ എന്നാണ്. അവർക്ക് അള്ളാഹു ഹിദായത്ത് നൽകുന്നതാണ്. അൽഹംദുലില്ലാഹ്. ഹിദായത്തിനേക്കാൾ വലിയ നിഅമത്ത് എന്താണ് എന്ന് പറഞ്ഞാൽ ശരിയായ റൂട്ടിലൂടെ അള്ളാഹു നമ്മെ നടത്തും. നമ്മുടെ അഖീദ മുസീബത്തിൻ്റെ സന്ദർഭത്തിൽ അഖീദയെ ഒന്നുകൂടി മനസ്സിനെ ഓർമ്മപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ സന്ദർഭത്തിൽ ഉണ്ടാവേണ്ടതാണ് അഖീദ എന്ന നിലക്കല്ല. അഖീദ നേരത്തെ ഉള്ളത് തന്നെയാണ്. ആ സന്ദർഭത്തിൽ നാം അതിനെ ഊട്ടി ഉറപ്പിക്കുക കൂടി ചെയ്താൽ, കാരണം മുസീബത്തിൻ്റെ സന്ദർഭത്തിലാണ് അഖീദയിൽ നിന്ന് ആളുകൾ തെറ്റിപ്പോകുന്നത്, മാനസിക നില തെറ്റിപ്പോകുന്നത്, അള്ളാഹുവിനെ കുറിച്ച് മോശമായി ചിന്തിക്കാൻ തുടങ്ങുന്നത്. അത് പാടില്ല. മറിച്ച് ഹുസ്നുൽ ളൻ ബില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത മാത്രമേ നമുക്കുണ്ടാവാൻ പാടുള്ളൂ. എന്തിനെൻ്റെ മക്കളോട് അള്ളാഹു ഇങ്ങനെ ചെയ്തു, എന്തിനെൻ്റെ ഭർത്താവിനോട്, എന്തിനെൻ്റെ കുടുംബത്തോട് അള്ളാഹു ഇങ്ങനെ ചെയ്തു, അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. അതൊക്കെ നമ്മുടെ അറിവില്ലായ്മയാണ്. അള്ളാഹു അവൻ്റെ തീരുമാനങ്ങളിൽ ഹക്കീമാണ്, അലീമാണ്. അതോടൊപ്പം നമുക്ക് നമ്മുടെ ഭർത്താവിനോടും ഭാര്യയോടും മക്കളോടും തോന്നുന്നതിനേക്കാളെല്ലാം ഇരട്ടിയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടുള്ള സ്നേഹം. അള്ളാഹുവിൻ്റെ 100 സ്നേഹത്തിൽ ഒരംശം മാത്രമേ ഭൂമിയിലേക്ക് ഇട്ടിട്ടുള്ളൂ. ആ ഒരു അംശം കൊണ്ടാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തോന്നുന്ന വാത്സല്യവും കാരുണ്യവും ഒക്കെ. പക്ഷേ അറിയുക, നാം സ്നേഹിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി സ്നേഹം അള്ളാഹുവിന് പടപ്പുകളോടുണ്ട്, സൃഷ്ടികളോടുണ്ട്. അതുകൊണ്ട് റബ്ബിൻ്റെ തീരുമാനത്തിലൊക്കെ ഹൈറാണുള്ളത്. അങ്ങനെ ചിന്തിക്കുന്നവനെ, അവൻ്റെ ഹൃദയത്തെ അള്ളാഹു പിടിച്ചു നിർത്തും. സിറാത്തുൽ മുസ്തഖീമിൽ വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവർ സന്മാർഗികളായിരിക്കും. ഹിദായത്ത്, അതിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് കഴിയും. അവരുടെ മനസ്സ് പതറിപ്പോവില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള അവരുടെ അഖീദയിൽ ഒരു അബദ്ധവും വരികയില്ല. ഇതും ഏറ്റവും വലിയ നിഅമത്താണ്. ഈ 3 കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്.
നാലാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുസ്ലിമിന് ഒരു മുസീബത്ത് ബാധിക്കുകയും അവൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും ചെയ്തതിന് ശേഷം അല്ലാഹുമ്മ ഉജുർനി ഫീ മുസീബത്തി, അല്ലാഹുവേ ഈ മുസീബത്തിൽ നീ എനിക്ക് പ്രതിഫലം തരണമേ. അല്ലാഹു ധാരാളമായി പ്രതിഫലം നൽകും. ഒരാൾക്കൊരു മുസീബത്ത് ബാധിച്ച് ആ വ്യക്തി അതിൽ സഹിച്ചാൽ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാളുടെ മനസ്സിനുണ്ടാകുന്ന ദുഃഖം പോലും, അതേപോലെ തന്നെ കാലിൽ തറയ്ക്കുന്ന ഒരു മുള്ള് അല്ലെങ്കിൽ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു ഉത്കണ്ഠക്ക് പോലും അവൻ്റെ പാപങ്ങൾ അല്ലാഹു മായ്ച്ചു കൊടുക്കുന്നതാണ്. നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടും. നമ്മുടെ സങ്കടം, നമ്മുടെ വ്യസനം, നമ്മുടെ സഹനം, അതിനൊക്കെ പ്രതിഫലമുണ്ട്. നമ്മുടെ ക്ഷമക്ക് പ്രതിഫലമുണ്ട്. അതേപോലെ തന്നെ പ്രവാചകനനുസരിച്ചും അള്ളാഹുവിനനുസരിച്ചും നമ്മൾ ഇതൊക്കെ ഫിഇലാക്കുമ്പോൾ, ദുആ ചെയ്യുമ്പോൾ, പ്രാർത്ഥന എന്നത് ഏറ്റവും ആറ്റായ ഇബാദത്താണ്. അതിവിടെ സംഭവിക്കുന്നു. ദുആ നടക്കുന്നു, ദിക്റുകൾ നടക്കുന്നു, അഖീദയെ ഓർക്കുന്നു, പ്രവാചകൻ അനുസരിക്കുന്നു. ഒരുപാട് ഫിഅലുൽ ഖൈറാത്തുകൾ ഈ ഒരു സന്ദർഭത്തിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കുന്നില്ല എന്ന് മാത്രം. നമ്മൾ ചെയ്യുന്ന ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുമ്പോഴും അല്ലാഹുമ്മ ഉജുർനി ഫീ മുസീബത്തി വ അഖ്ലിഫ് ലി ഖൈറൻ മിൻഹ എന്നൊക്കെ പറയുമ്പോഴും അവിടെ തൗഹീദ് വരുന്നുണ്ട്, സുന്നത്ത് വരുന്നുണ്ട്, ഫിഅല് കൊണ്ടും അതേപോലെ തന്നെ ഖൗല് കൊണ്ടുമുള്ള അമലുകൾ വരുന്നുണ്ട്. ഒരുപാട് പുണ്യങ്ങളുടെ സമ്മേളനമാണത്. മനസ്സിലാക്കുക. അത് കേവലം ഒരു നാവ് കൊണ്ടുള്ള ഒരു പറച്ചിലായി മാറരുത് എന്നതുകൊണ്ടാണ് ഞാൻ എന്നെയും നിങ്ങളെയും ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ധാരാളമായ പ്രതിഫലം അല്ലാഹുവിൽ നിന്ന് ലഭിക്കും. പാപങ്ങൾ മായ്ക്കപ്പെടും. വ അഖ്ലിഫ് ലി ഖൈറൻ മിൻഹ, അല്ലാഹുവേ ഇതിനേക്കാൾ ഖൈറായത് നീ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചാൽ ഇല്ലാ അഖ്ലഫല്ലാഹു ലഹു ഖൈറൻ മിൻഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് അതിനേക്കാൾ ഖൈറായത് നൽകും. അത് അഞ്ചാമത്തതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്വലവാത്ത്, മലഉൽ അലയിൽ അള്ളാഹു പ്രശംസിച്ച് പറയൽ, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്ത്, അതേപോലെ തന്നെ ധാരാളം പ്രതിഫലം, അതോടൊപ്പം നഷ്ടപ്പെട്ടതിനേക്കാൾ ഖൈറായത് പകരം തരൽ. ഈ 5 കാര്യങ്ങൾ ബേസിക്കാണ്. അതിന് പുറമെ വേറെയും ധാരാളം ഖൈറാത്തുകൾ